മിസ്റ്റർ ജിപ്സിയുടെ ECT/MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്ന XLOOKUP എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് XLOOKUP എന്നുള്ള സംഭവം നമുക്ക് മൈക്രോസോഫ്റ്റ് 360 മാത്രമാണ്, ആ വേർഷനിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പഴയ വേർഷൻസിൽ അപ്ലിക്കബിൾ അല്ല. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ VLOOKUP ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്യുന്ന സംഭവമാണ് XLOOKUP എന്നുള്ളത്. VLOOKUP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു ഡാറ്റ എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റിലോട്ട്, നമ്മൾ ഇവിടുന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് എത്രാമത്തെ ആണോ റോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇടുന്നതിനാണ് VLOOKUP. നമുക്ക് ഒരിക്കലും ലെഫ്റ്റിലുള്ള സാധനം റൈറ്റിലുള്ള നിന്ന് ലെഫ്റ്റിലോട്ട് നമുക്ക് ഒരിക്കലും മൂവ് ചെയ്തിട്ട് നമുക്ക് VLOOKUP എടുക്കാൻ പറ്റില്ല. XLOOKUPന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഡാറ്റ എവിടെയാണോ ഉള്ളത് അതിന്റെ ബാക്കിലാണോ, ബാക്ക് സൈഡിലോട്ടാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണോ എന്നുള്ളത് പ്രശ്നമല്ല നമുക്ക് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിൽ എനിക്ക് എന്റെ പേരുണ്ട്, എംപ്ലോയി ഐഡിയും ഡിപ്പാർട്ട്മെന്റുമാണ് ഈ ആൾക്കാർക്ക് വേണ്ടത്. എന്റെ ഡാറ്റ എന്ന് പറഞ്ഞു കിടക്കുന്നത് ഈ ഷീറ്റിലാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ എന്റെ എംപ്ലോയി ID എന്ന് പറയുന്നത് കിടക്കുന്ന ഈ കോളത്തിലാണ് കിടക്കുന്നത്. നമുക്ക് വേണ്ട രണ്ട് ഡാറ്റകൾ എംപ്ലോയി ഐഡിയും ഡിപ്പാർട്ട്മെന്റുമാണ്. എംപ്ലോയി ID എയിലും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ Dയിലും ആണ് ഉള്ളത്. നമുക്കിത് VLOOKUP ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടി വരും, നമുക്ക് ഈ ഫുൾ നെയിം എന്നുള്ള ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതൊക്കെ റൈറ്റിലോട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ XLOOKUP ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, പോയിട്ട് നമ്മൾ എന്താ ചെയ്യുക, VLOOKUPന് XLOOKUP എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല കിട്ടും. ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യമാണ് നമ്മൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എംപ്ലോയിയുടെ പേരാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ A കോളം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് കോമ കൊടുക്കുകയാണ്. രണ്ടാമത്തത് ലുക്കപ്പ് പറയും എവിടെയാണോ നമുക്ക് നോക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഈ ഷീറ്റില് ഇതാണ് നമ്മുടെ ഫുൾ നെയിം കാണുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തത് നമുക്ക് എന്താണ് റിട്ടേണർ എന്താണ് വേണ്ടത്, നമ്മൾ പറയുന്നത് എംപ്ലോയി ID ആണ് വേണ്ടത്. അപ്പൊ A ആണ് ഇതിലുള്ളത്. A ക്ലിക്ക് ചെയ്യുക, പാരന്തസിസ് ക്ലോസ് ചെയ്യുക, ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ ഈസ്റ്റേൺ ബെയിലി എന്നുള്ളതിന് 4533 ആണോ നോക്കാം. ഈസ്റ്റേൺ ബെയിലി എവിടെയാണ്, ഈസ്റ്റേൺ ബെയിലിയുടെ 4533 എന്നുള്ളതാണ്. ഇനി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. XLOOKUP കൊടുക്കുന്നു, എംപ്ലോയി ID ഇത് കൊടുക്കുന്നു, അതേപോലെ തന്നെ ഇവിടെ വരുന്നു. എംപ്ലോയിയുടെ പേര് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എംപ്ലോയിയുടെ പേര് എടുക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, കൊടുക്കുന്നു, ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് കിട്ടും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് XLOOKUP എന്നുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 360 വേർഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.